അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹസന സിയാറ സർവീസ് ഇപ്പോൾ ഇന്ന് പോകുന്നത് നമ്മുടെ വാഗമണ്ണിലേക്കാണ്. വാഗമൺ സിയാറയും അതുപോലെ കമ്പം തേനി മുന്തിരിത്തോട്ടത്തിലെ മനോഹരമായ കാഴ്ചകളും കാണാനുള്ള ഒരുക്കത്തിലാണ്. യാത്രയുടെ പ്രാരംഭത്തിൽ കാര്യങ്ങളെല്ലാം നമ്മൾ ചൊല്ലിക്കൊടുത്തു. എല്ലാവരും ഇവിടുന്ന് രാത്രിയാണ് നമ്മുടെ യാത്ര പുറപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ആംബിയൻസ് ഡിഫറൻ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ രാത്രി നമ്മൾ യാത്ര പുറപ്പെട്ട ഉടനെ തന്നെ നമ്മൾ ആമുഖമായി കാര്യങ്ങളെല്ലാം നിർദ്ദേശങ്ങളെല്ലാം നമ്മുടെ യാത്ര അവസാനിക്കുന്നത് വരെ നമ്മളൊരു കുടുംബം പോലെ മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. പാട്ടുണ്ടല്ലേ? يا مرتضى يا مجتبى خير الورى يا مصطفى يا مرتضى يا مجتبى خير الورى بلاء الأولى بلاء الأولى بكماله كشف الدجى بجماله بلاء الأولى بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله يا نبي يا نبي يا نبي തുറഹമകൾ യാ നബി യാ നബി യാ മൗല തുഫസലുകൾ അങ്ങനെ പാട്ടും ആരവങ്ങളൊക്കെ ആയിട്ട് സന്തോഷത്തോടെ ആ ദിവസം അങ്ങനെ എല്ലാവരും ഉറങ്ങി. പ്രഭാത സമയമായപ്പോൾ എല്ലാവരും ഇപ്പോൾ ഏകദേശം ഞങ്ങൾ വാഗമണ്ണിലേക്ക് അടുത്തിട്ടുണ്ട്. വാഗമണ്ണിൻ്റെ താഴ്വാരത്ത് ഈ കറക്റ്റ് സ്ഥലത്തിൻ്റെ പേര് എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായി ഞാനിപ്പോൾ ഓർക്കുന്നില്ല. കുമളി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ സുബഹി നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങിയത്. കുമളിയിൽ നമുക്ക് നിസ്കരിക്കാനെല്ലാം നല്ല സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. എങ്കിലും നമ്മുടെ നാട്ടിലൊക്കെ ലഭിക്കുന്ന അത്ര പോരാ എന്നാണ് നമുക്ക് സ്ത്രീകളൊക്കെ നിസ്കരിക്കാൻ പോയ സ്ഥലത്ത് അനുഭവം പറഞ്ഞത്. ഏതായാലും ഇവിടുന്ന് സുബഹി നിസ്കാരമെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇവിടെ എഴുതി കണ്ടില്ല, ഉണ്ടിയൽ എന്നാണ് എഴുതിയത്. അത് തമിഴ് ഭാഷയാണോ അതോ എന്താ മനസ്സിലായില്ല. എന്തായാലും നമ്മുടെ നാടുകളിൽ നേർച്ചപ്പെട്ടി എന്ന് പറയുന്നതിന് പകരമാണ് എഴുതിയത്. ഏകദേശം തമിഴ്നാടിനോട് ചാരിയ പ്രദേശമായതുകൊണ്ട് അതിൻ്റെതായ രുചികളെല്ലാം ഉണ്ടാവും എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നതാണല്ലോ. ഇതാണ് പള്ളിയിലേക്കുള്ള വഴി. ഏകദേശം പുരുഷന്മാർക്ക് എല്ലാവർക്കും നല്ല റാഹത്തുള്ള സൗകര്യമായിരുന്നു. അങ്ങനെ പ്രഭാതത്തിൽ ഞങ്ങൾ ചുരം ഇറങ്ങുന്നതിനിടയിൽ ഞങ്ങൾ പ്രഭാത ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. കണ്ടില്ല, മോർണിംഗ് കോഫി അങ്ങനെ ഞങ്ങൾ കുടിക്കാൻ വേണ്ടി നിർത്തി. അങ്ങനെ എല്ലാവരും അതൊരു പ്രത്യേകമായ ഒരു ആംബിയൻസ് ആണ്, സന്തോഷകരമായ നിമിഷമാണ്. കാരണം അത്യാവശ്യം തണുപ്പുണ്ട്. ആ ഒരു സാഹചര്യവും എല്ലാവരും കൂടെ മോർണിംഗ് കോഫി കുടിക്കുക, ഇതൊരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയുള്ള ടൂർ യാത്രകൾ നമുക്ക് ലഭിക്കുന്നത് പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും സഹോദരന്മാരും സഹോദരിമാരും എല്ലാവരും കൂടെയുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ. ആ ചുരുങ്ങിയ സമയങ്ങളുള്ളൂ എങ്കിലും അത് വല്ലാത്തൊരു ഓർമ്മകൾ തന്നെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. കുട്ടികൾ
കരച്ചിൽ തന്നിട്ടുണ്ട്. ഇനി അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ഇടക്കിടക്ക് നമുക്ക് പുട്ടിന് തേങ്ങടലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലേ? നമ്മളെ കുട്ടികളൊക്കെ അല്ലാഹു നല്ല ഭാവിയുള്ള മക്കളാകട്ടെ. അൽഹംദുലില്ലാഹ്. അങ്ങനെ പ്രഭാത സമയം തന്നെ ഏകദേശം രാവിലെ 8 മണിയായപ്പോഴേക്കും ഞങ്ങൾ നമ്മളെ കമ്പം തേനിയിലെ മുന്തിരിത്തോട്ടത്തിലെത്തി. മുന്തിരിത്തോട്ടത്തിലെ കാഴ്ച എന്ന് പറഞ്ഞാൽ ആർക്കും ഒന്ന് കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകളാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇവിടെ എത്തിയ ഉടനെ തന്നെ ഞങ്ങൾ ആദ്യം തന്നെ നാസ്ത കഴിച്ചു. ആദ്യം നാസ്ത കഴിച്ചില്ല, ആദ്യം തന്നെ പോയി മുന്തിരിത്തോട്ടത്തിലെ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടി പോയി. ഈ സമയം നമുക്ക് അവിടെ നാസ്തയുടെ പരിപാടികളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ യാത്രയിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിയറിയാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. അങ്ങനെ മുന്തിരിത്തോട്ടത്തിൽ എത്തി കണ്ടില്ലേ, മുന്തിരികൾ പലതും പച്ചയുണ്ട്, പഴുത്തുന്നുണ്ട്. ഇതെല്ലാം മുന്തിരിയുടെ ഓരോ കേന്ദ്രങ്ങളാണ്. ഏക്കർ കണക്കിന് മുന്തിരിത്തോട്ടങ്ങളാണ് ഇവിടെ എല്ലാം ഉള്ളത്. അതിൽ ചെറിയൊരു ഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ അനുവദിക്കുക. ഏതായാലും ഇവിടുന്ന് മുന്തിരി പറിക്കരുതെന്ന് പ്രത്യേകമായി ഇവർ എഴുതി വെച്ചതായി കാണാം. അത് നോക്കാൻ നിൽക്കുന്ന പ്രത്യേക സ്ക്വാഡുകളും ഇവിടെ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല ഇത് പ്രഭാതമായതുകൊണ്ടാണ് കുറച്ചും കൂടെ സമയം വൈകിയിരുന്നെങ്കിൽ നമുക്ക് ഫ്രഷ് മുന്തിരി ജ്യൂസ് ഇവിടുന്ന് അടിച്ചവർ തരുമായിരുന്നു. നമ്മുടെ ഹസന സിയാറ സംഘം ഇപ്പോൾ നിലവിലുള്ളത് തേനി മുന്തിരിത്തോട്ടത്തിലാണ്. ഇന്ന് നമ്മൾ വാഗമൺ മുന്തിരിത്തോട്ടം, അതുപോലെ തന്നെ കോലാഹലമേട്, തങ്ങൾപ്പാറ തുടങ്ങിയുള്ള നമ്മുടെ ഇന്നത്തെ പാക്കേജ് പ്രഭാതം തന്നെ മുന്തിരിത്തോട്ടത്തിലെത്തിയിട്ടുണ്ട്. ആ മുന്തിരിത്തോട്ടത്തിലുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. കണ്ടില്ലേ, വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ ഈ മുന്തിരിത്തോട്ടത്തിലെ ഓരോ കാര്യങ്ങളുള്ളത്. ഇവിടെ നമുക്ക് പറിക്കാൻ പാടില്ല, പറിച്ചു കഴിഞ്ഞാൽ ഫൈൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ പൊതുവിൽ നോക്കിക്കഴിഞ്ഞാൽ മറ്റു ജന്തുക്കളൊക്കെ വളരെ കുറവായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഇവിടെ അതിനുള്ള മരുന്നുകളെല്ലാം അടിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെയധികം സൂക്ഷ്മതയോടെയാണ് ഇവർ കൊണ്ടു നടക്കുന്നത്. ഒരുപാട് ഏക്കറക്കണക്കിന് ഇവിടെ സ്ഥലങ്ങളുണ്ട്, അതെല്ലാം മുന്തിരികളുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വിസിറ്റേഴ്സിന് മാത്രമുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ ഇവിടെ നിലവിൽ അലോഡായിട്ടുള്ളത്. ഇത് കഴിഞ്ഞാൽ അവർ അങ്ങോട്ട് മാറും. അങ്ങനെ ഓരോ ദിവസം ഓരോ ഏരിയകളാണ് ഇവിടുത്തെ മുന്തിരിയുടെ ഓരോ സെക്ഷൻ ഉണ്ടാവാറുള്ളത്. ഓരോ സമയത്തും നമ്മൾ വരുമ്പോൾ വ്യത്യസ്തമായ ഏരിയകൾ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഇവിടുന്ന് മുന്തിരി വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ മുന്തിരിയുടെ ഫ്രഷ് ജ്യൂസ് നമുക്ക് അടിച്ചു കിട്ടും. പക്ഷേ ഇന്നിവിടെ നിലവിൽ ഫ്രഷ് ജ്യൂസ് ഇല്ല. അതിനുള്ള പ്രഭാതം സമയമായതുകൊണ്ട് ഇവിടെ തുടങ്ങിയിട്ടില്ല എന്നർത്ഥം. ഏതായാലും ഈ മനോഹരമായ രംഗങ്ങൾ നേരിട്ട് കാണുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് തോന്നാറുള്ളത്. കാരണം നമ്മുടെയൊക്കെ നാടുകളിൽ മാർക്കറ്റുകളിൽ മാത്രം കാണുന്ന മുന്തിരികൾ അത് ഇത്രയധികം അടുത്തുനിന്ന് കാണാൻ കഴിയുക എന്നുള്ളത് തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാനും വയ്യ. പ്രിയപ്പെട്ട ഹസന സിയാറയുടെ കൂടെ വന്ന പ്രിയപ്പെട്ട ഉപ്പമാരെല്ലാവരും കൂടെ ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണ്. സ്വപ്നം സാഫല്യം ഒരുങ്ങം കൂടെ ഹസന ഹോളിഡേയ്സ്, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേയ്സ്. മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം, മക്ക മദീന കഅബ കണ്ട് സായുജ്യം പോകാം. കാശ്മീരും അജ്മീറും താജ്മഹൽ കണ്ട് കണ്ണുകളിനി കുളിരണിയണോ. ഊട്ടി മൈസൂരും കാണാം, ലക്ഷദ്വീപിലും പോകാം, കൂട്ടായുണ്ടല്ലോ ഹസന ഹോളിഡേ. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ. കച്ചോട്ടുമ്പോ നിർത്തുട്ടോ, കച്ചോട്ടുമ്പോ നിർത്തു. Ready, 1, 2, 3, start. നമ്മുടെ കൂടെ യാത്രയിലുണ്ടായിരുന്ന എൻ്റെ പ്രിയ സുഹൃത്തായിരുന്ന റിദ്വാൻ ഉസ്താദ് ഒരു പ്രത്യേക ഒരു കളി കൊണ്ടുവന്നു. അങ്ങനെ നമ്മളൊക്കെ പണ്ടൊക്കെ ചെയ്തിരുന്നല്ലോ നമ്മുടെ കസാലക്കളി.
അതുപോലത്തെ ഒരു കളി കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റുമായി, എന്നാൽ കാഴ്ചക്കാർക്കും ഒരു സന്തോഷമായി, എല്ലാവർക്കും വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയായിരുന്നു ആ ഒരു അല്പനേരത്തെ കളി. അങ്ങനെ ആ കളിയിൽ ഒരുപാട് ഓടി ഫസ്റ്റ് ലഭിച്ചവരുണ്ട്, സെക്കൻഡ് ലഭിച്ചവരുണ്ട്. എന്തായാലും നമ്മുടെ മനസ്സിൽ മറക്കാൻ കഴിയാത്തൊരു എൻ്റർടൈൻമെൻറ്റ് ഓർമ്മയായി മാറി എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള യാത്രകൾ കുട്ടികൾക്ക് ഇതുപോലെയുള്ള എൻ്റർടൈൻമെൻറ്റുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ആ ബാച്ചിൽ തന്നെ എല്ലാവർക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരിക്കും. കണ്ടില്ലേ, ഇനി 4 കസാരയാണ് ആകെയുള്ളത്, ഇരിക്കാനുള്ളത് സ്റ്റൂളുകൾ. അതിൽ ഓടുന്നത് കണ്ടില്ല 5 പേരാണ്. അപ്പോൾ ഇനി അടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട റിദ്വാൻ ഉസ്താദ് വിസിലടിക്കുമ്പോൾ അടുത്ത എഴുത്തതിൽ എല്ലാവരും ഇനിയും കണ്ടില്ല, ഇപ്പോൾ കണ്ടില്ല ഉസ്താദ് അടിച്ചോ സംശയം തോന്നി, അത്രയാണ്. അങ്ങനെ ഉസ്താദ് ഇപ്പോൾ എടുക്കുമ്പോണ്ടില്ല, അങ്ങനെ ഇവൻ പുറത്തായി, അങ്ങനെ ഒരാൾ പുറത്തായി. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ അവസാനം നല്ല സന്തോഷകരമായി ആ ഒരു ചലഞ്ച് പൂർത്തിയായി. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ, മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം, മക്ക മദീന കഅബ കണ്ട് സായുജ്യം പോകാം, കാശ്മീരും അജ്മീറും താജ്മഹൽ കണ്ട് കണ്ണുകളിനി കുളിരണിയണോ, ഊട്ടി മൈസൂരും കാണാം, ലക്ഷദ്വീപിലും പോകാം, കൂട്ടായുണ്ടല്ലോ ഹസന ഹോളിഡേ, സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ. ഫസ്റ്റ് ലഭിച്ച മോൻക്ക് ഒരു സമ്മാനം കൊടുത്തു. അങ്ങനെ ആ ഒരു സെക്ഷൻ തന്നെ അവിടെ അവസാനിപ്പിച്ചു. കണ്ടില്ല, ഫസ്റ്റ് ലഭിച്ചത് ഈ മോൻക്കായിരുന്നു. അങ്ങനെ സമ്മാനമെല്ലാം കൊടുത്തു, എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. സന്തോഷത്തോടെ ആ ഒരു സെക്ഷൻ അവിടെ പിരിച്ചുവിട്ടു. അപ്പോഴേക്കും എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ നാസ്ത വിളമ്പി. നാസ്ത എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പാർസൽ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ അവിടുന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ചൂടാക്കി, ചപ്പാത്തിയുണ്ട്, വെള്ളപ്പമുണ്ട്, അതുപോലെ തന്നെ കട്ടൻ ചായ ഉണ്ട്, അതുപോലെ നല്ല ടേസ്റ്റുള്ള കറികളുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ ക്യൂ ആയി കൊടുക്കുക, എല്ലാവരും കൂടെ വാങ്ങുക, ഉള്ള സൗകര്യത്തിൽ എല്ലാവരും കഴിക്കുക. ഇതൊക്കെ വല്ലാത്തൊരു സന്തോഷകരമായ രംഗങ്ങളാണ്. കാരണം നമ്മുടെ കൂടെ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്. കണ്ടില്ലേ, എല്ലാവർക്കുമുള്ള കറികൾ ഒഴിച്ചു കൊടുക്കാൻ. ഇന്നത്തെ യാത്രയിൽ നമ്മൾ നല്ല ചപ്പാത്തി, വെള്ളപ്പം, അതുപോലെ നല്ല ഫിഷ് കറി ആയിരുന്നു തയ്യാറാക്കിയിരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒഴിച്ചു കൊടുക്കുന്നു, അതുപോലെ തന്നെ എല്ലാവരും കൊണ്ടുപോയി കഴിക്കുന്നു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെയൊക്കെ പാത്രങ്ങളിൽ ഒരു കവർ കടലാസ് പോലെ നീളത്തിൽ കണ്ടിട്ടുണ്ടോ? ഇതാണ് ബട്ടർ പേപ്പർ. നമ്മളെപ്പോലുള്ളവർ ഇതുപോലുള്ള യാത്രകൾ ഉപയോഗിക്കുന്നതാണ് ബട്ടർ പേപ്പർ. കാരണം ഓരോ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് പ്ലേറ്റൊക്കെ വാഷ് ചെയ്യുക എന്നുള്ള ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ബട്ടർ പേപ്പർ ഉപയോഗിക്കാനുള്ള കാരണം. അങ്ങനെ എല്ലാവരും കഴിച്ച് നമുക്ക് ഇനി യാത്ര വാഗമണ്ണിലേക്കാണ് പോകാനുള്ളത്. സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്, സേവനം സമർപ്പണം ഹസന ഹോളിഡേയ്സ്, മാതൃകാ മഹത്തരം ഹസന ഹോളിഡേയ്സ്, നിർഭയം വിശ്വാസം ഹസന ഹോളിഡേയ്സ്, സൗഹൃദം സ്നേഹാദരം ഹസന ഹോളിഡേയ്സ്. സ്വപ്നയാത്രകൾക്ക് വർണ്ണ ചിറക് നൽകി ലക്ഷ്യമേറി നൃത്തടങ്ങൾ നിർവൃതിയില്ലാണ്ട നിമിഷമേ. മക്കയും മദീന കണ്ട് കണ്ണ് കൊണ്ട് മനമകം കുളിർമ കൊണ്ട് ഹംദ് ബിണ്ട് ശുക്രതുണ്ട്. അങ്ങ് ദിക്ക് മക്കയും മദീന കണ്ട് കണ്ണ് കൊണ്ട്. നമ്മുടെ സിയാറ സംഘം കോലാഹലമേട് തങ്ങൾപ്പാറ മക്കാമിന്റെ മുകളിലേക്ക് എത്തിയിട്ടുള്ളത്. അതായത് കോലാഹലമേടിലാണ് ഈ തങ്ങൾപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ആ പാറയുടെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ മഹാന്റെ ദർബാറിലെത്തും. മഹാന്റെ ദർബാറിലെത്തി
ഇവിടുന്ന് നമ്മളെല്ലാവരും സിയാറകളെല്ലാം ചെയ്തു, സന്തോഷത്തോടെ റാഹത്തോടെ സിയാറകളെല്ലാം ചെയ്തു. ഇവിടെ എത്തിയ സമയത്ത് ഇവിടെ ഇന്ന് മൗലിദ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെതായ തിരക്കുകളെല്ലാം ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് എല്ലാവരും ഇവിടുത്തെ സന്തോഷത്തോടെ തിരിച്ചിറങ്ങി. അങ്ങനെ നമ്മൾ ബഹുമാനപ്പെട്ട റിദ്വാൻ ഉസ്താദിന്റെ നല്ലൊരു മധുഹ പാട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ എത്തിപ്പെട്ട് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു. പൈൻ ഫോറസ്റ്റിലെ മനോഹരമായ കാഴ്ചകൾ കാണാം, ആസ്വദിക്കാം എന്നുള്ള ആ വലിയ ആകാംക്ഷയോടെ ഞങ്ങൾ എത്തി പൈൻ ഫോറസ്റ്റിലേക്ക്. ഇവിടെ അധികം നേരം നിൽക്കാൻ ഞങ്ങൾക്ക് സമയം വേണ്ടത്ര തികഞ്ഞില്ലായിരുന്നു. കാര്യമായ ക്രൗഡ് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ ഞങ്ങൾക്ക് മൊട്ടക്കുന്ന് എന്ന് പറയുന്ന മനോഹരമായ സ്ഥലത്തേക്ക് പോകാനുണ്ട് എന്നുള്ളത് കൊണ്ടും ഏതായാലും പൈൻ ഫോറസ്റ്റിലെ കാഴ്ചകൾ കണ്ടു. നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരൊക്കെ വളരെയധികം ആസ്വദിച്ചു, എൻജോയ് ചെയ്തു. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ, മഖബൂലും മബ്റൂറും സിയാറത്ത് ചെയ്യാം, മക്ക മദീന കഅബ കണ്ട് സായുജ്യം പോകാം, കാശ്മീരും അജ്മീറും താജ്മഹൽ കണ്ട് കണ്ണുകളിനി കുളിരണിയണോ, ഊട്ടി മൈസൂരും കാണാം, ലക്ഷദ്വീപിലും പോകാം, കൂട്ടായുണ്ടല്ലോ ഹസന ഹോളിഡേ. സ്വപ്നം സാഫല്യം ഒരുങ്ങാം കൂടെ ഹസന ഹോളിഡേ, വിശ്വാസം സുദൃഢം ഇറങ്ങാം കൂടെ ഹസന ഹോളിഡേ. പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞു ഞങ്ങൾ പോയത് മൊട്ടക്കുന്നിലേക്ക് വന്നു. മൊട്ടക്കുന്നിൽ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ കണ്ടില്ല. റോപ്പ് വേ ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തർ പോകുന്നു. വ്യത്യസ്തമായ എൻജോയ്മെൻറ്റുകളാണ് ഇവിടെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞത്. ആ പോകുന്നവരുടെ കൂടെ പോകുന്നൊരു ക്യാമറയാണെന്ന് തോന്നുന്നു. ഏതായാലും വിശാലമായ ഇടങ്ങൾ, അതിൽ മനോഹരമായ കാഴ്ചകൾ, അവിടെ തന്നെ എൻ്റർടൈൻമെൻ്റ് ആവുന്ന വ്യത്യസ്തമായ ഓരോ ആക്ടിവിറ്റീസുകൾ, വ്യത്യസ്തമായ ഒരു സന്തോഷം തന്നെയായിരുന്നു ഹസന സിയാറയുടെ ആ വാഗമൺ ട്രിപ്പിൽ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരുന്നത്. സമയം ഏകദേശം ഇരുട്ടോട് അടുത്തു തുടങ്ങി. ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിപ്പിച്ചു. ഇനി തിരിച്ചു പോകുന്ന വഴിയാണ്. പോകുന്ന വഴിയിൽ ഭക്ഷണം കഴിക്കാനുണ്ട്, ഒരുപാട് ക്വിസ് കോമ്പറ്റീഷനും കാര്യങ്ങളെല്ലാം നമുക്ക് നടത്താനുണ്ട്. ഏതായാലും പ്രിയമുള്ളവരെ, നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകൾക്കും മറ്റും ഇത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. ഇതുപോലെ വീഡിയോ എല്ലാം എടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ അതിൻ്റേതായ അധ്വാനങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയെല്ലാം പറയുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് പ്രതീക്ഷയോടെ വീണ്ടും കാണാം അടുത്ത വീഡിയോയുമായി. അസ്സലാമു അലൈക്കും.